റവറസിൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് 2019 മോഡൽ ടാറ്റ നെക്സോൺ ഫുൾ ഓപ്ഷൻ ഡീസലാണ്. അപ്പോൾ ആക്ച്വലി ഒരു 5 ഇയേഴ്സ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് നിന്ന് സംസാരിക്കുന്ന യൂസറായിരിക്കും. ഒരു ലോങ് ടേം റിവ്യൂ ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. സുരജ്, ഇപ്പം 5 കൊല്ലമായല്ലോ ഇപ്പോൾ വണ്ടി യൂസ് ചെയ്യുന്നത്. 5 അല്ല, ഓൾമോസ്റ്റ് 5 കൊല്ലം ആകാൻ പോകുന്നത്. അപ്പോൾ 2019 ഇത് ടൈപ്പ് 1 മോഡൽ ടാറ്റ നെക്സോണാണ്. അപ്പം ആ സമയത്തൊക്കെ അത്യാവശ്യം നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ടാവും. എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടു? ഓടിച്ച് നോക്കിയിട്ടുള്ള ഇഷ്ടം കാരണം എടുത്തതാണ്. ഞാൻ 1-2 വണ്ടികൾ അവിടെ ഇപ്പോൾ ഓടിച്ചിരുന്നു. അപ്പം നമുക്ക് 2-3 കാര്യങ്ങളാണ് ഞാൻ നോക്കിയത്. ഓടിക്കാനുള്ള സുഖം, അതേപോലെ തൊട്ടടുത്ത് സർവീസ് സെന്റർ. ആകെ 2 ഓപ്ഷൻ എനിക്കുണ്ടായിരുന്നു. ഒന്ന് ഹുണ്ടായിന്റെ വെന്യൂ, 2 ടാറ്റ നെക്സണും. അന്ന് വെന്യൂ 2 റീസൺ ഉണ്ട് വെന്യൂ എടുക്കാതിരിക്കാൻ. ഒന്ന്, അതിന്റെ ഡിലേ ഭയങ്കര കൂടുതലായിരുന്നു. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4-5 മാസം കഴിഞ്ഞ ശേഷം വണ്ടി കിട്ടുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഞാൻ പെട്ടെന്ന് തൊട്ടടുത്ത് സർവീസ് സെൻ്ററുള്ള മറ്റൊരു വാഹനം നെക്സൺ ആയിരുന്നു. നെക്സൺ ഓടിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് നെക്സണിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പം കൽപ്പറ്റ നെക്സൺ ഏത് സർവീസ് സെൻ്റർ? മറീന മോട്ടോഴ്സ് കൽപ്പറ്റ. എങ്ങനെയുണ്ട് അവരുടെ സർവീസും കാര്യങ്ങളും? പൊതുവെ ടാറ്റേൻ്റെ സർവീസിന് കുറച്ച് നെഗറ്റീവാണ്. പക്ഷേ മറീന മോട്ടോഴ്സ് കൽപ്പറ്റ വളരെ നല്ല സർവീസ് ആയിരുന്നു ഇതുവരെ. ഇപ്പോൾ 5 വർഷമായിട്ട് ഇതുവരെ ഒരു പ്രശ്നവും അവരെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. എല്ലാ സർവീസും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. നമ്മളോടുള്ള സമീപനങ്ങളും ഒക്കെ നല്ലതായിരുന്നു. അപ്പോൾ ഫൈനലി ഐ മീറ്റിംഗ് എ ഹാപ്പി ടാറ്റ കസ്റ്റമർ. അതെ ആണ്. അതെ. അപ്പോൾ 5 കൊല്ലം ലൈക്ക് ഈ പറഞ്ഞ അങ്ങനെ നെഗറ്റീവ് ഒന്നും അവിടെ നിന്ന് നേരിട്ട് സർവീസ് സെന്ററിൽ നിന്ന് നെഗറ്റീവുകളൊന്നും ഇതുവരെ നേരിട്ടിട്ടില്ല. ഓക്കെ, സോ വണ്ടിയിലേക്ക് വരുമ്പോൾ ലൈക്ക് ഇപ്പോൾ 48,000 കിലോമീറ്റർ ഓടിയിട്ടല്ലോ. അപ്പം എന്തെങ്കിലും ലൈക്ക് വാറണ്ടി ഇഷ്യൂസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്വാളിറ്റി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ചെറിയ 1-2 പ്രശ്നങ്ങളുണ്ടായിരുന്നു. മെയിനായിട്ട് പറയുകയാണെങ്കിൽ AC വെന്റിന്റെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനം ഇത് ഭയങ്കര ക്വാളിറ്റി കുറഞ്ഞതായിട്ട് തോന്നി. ഒരു പ്രാവശ്യം ഇത് മൊത്തം പൊട്ടിപ്പോയി. 2 എണ്ണത്തിന്റെ 2 ഭാഗത്തിന്റെ സെൻട്രലത്തെയും ലെഫ്റ്റത്തെയും പൊട്ടിയിട്ട് റീപ്ലേസ് ചെയ്യേണ്ടി വന്നു. അതാണ് മെയിൻ ആയിട്ടൊരു ക്വാളിറ്റി ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അല്ലാതെ പൊതുവെ വേറെ വലിയ കംപ്ലൈന്റുകളൊന്നും വന്നിട്ടില്ല ഇതുവരെ ഓടിയതിൽ. മെയിൻ ആയിട്ടൊരു കംപ്ലൈന്റ് ആയിട്ട് വന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഇതിൽ ആക്ച്വലി ഇപ്പം പുതിയ ടൈപ്പ് 3 മോഡൽ നെക്സണിലൊക്കെ ഫുള്ള് ടച്ച് സ്ക്രീൻ ആണ്. എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടി ഈ മാനുവൽ എന്താ പറയുക, നമ്മളുടെ ബട്ടൺസും കാര്യങ്ങളൊക്കെ കുറേ ഒഴിവായിട്ടുണ്ട്. സോ ഡീസലിലേക്ക് വരുമ്പം എത്രയാണ് ഇതിന് ആവറേജ് മൈലേജ് കിട്ടുന്നത് ലോക്കലിലാണെങ്കിൽ ഹൈവേയിൽ പോകുമ്പോൾ? ആവറേജ് ഒരു 18-ന്റെയും 20-ന്റെയും ഇടയ്ക്കാണ് നോർമലി കിട്ടാറ്. ലോങ് ഒക്കെ ഓടുമ്പോൾ 20-21 കാണിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഈ ഒരു റേഞ്ചിലാണ് കിട്ടാറ്. 18 to 20 റേഞ്ചിലാണ് എപ്പോഴും കണ്ടിട്ടുള്ളത്. ലോക്കൽ നല്ല പക്കാ ലോക്കൽ യൂസ്. അതെ അതെ. ഓക്കെ, ആ റേഞ്ച് കിട്ടുന്നുണ്ട്. സോ 48,000 കിലോമീറ്റേഴ്സ് ആയി. ബ്രിഡ്സ്റ്റോണിന്റെ ടയർ ആണ്, അതുവരെ മാറ്റിയിട്ടില്ല. ഇനി ഒരു 5,000 കിലോമീറ്റർ കിട്ടും. ഓക്കെ, സോ ഇതിൽ വരുന്നത് 215/60 R16 ടയറാണ്. അപ്പോൾ ടയർ മൈലേജും അത്യാവശ്യം നല്ല വലിയ കുഴപ്പമില്ല കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ റോഡിന്റെ ഒരു അവസ്ഥ വെച്ചിട്ട് ടയർ അത്ര കിട്ടിയ തന്നെ വലിയ കാര്യമാണ്. കുറച്ച് ഓഫ് റോഡ് സൈഡ് റോഡാണ് നമ്മളെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പം ടയർ അവർ പറഞ്ഞിരുന്നത് ഒരു 55 ആണ്. പക്ഷെ ഒരു ഏതാണ്ട് അതിന് അടുത്ത് തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ 48 ഒരു 5 കൂടെ ഒരു 53 വരെയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ആൻഡ് നമ്മളിപ്പം ഒരു പുതിയൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ ഇപ്പം ടാറ്റയുടെ വണ്ടി വെച്ചാൽ എല്ലാവരും പറയും എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിട്ടോ. അങ്ങനെ എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിരുന്നോ? ഇല്ല, ഈ വണ്ടി എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിട്ടില്ല. സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന വാറണ്ടി തന്നെയാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ വാറണ്ടി പരമായി മാറ്റുന്ന വലിയ സാധനങ്ങളൊന്നും വേണ്ടി വന്നില്ല. ആകെ ഉണ്ടായിരുന്നത് AC-ക്ക് ചെറിയൊരു സ്റ്റോപ്പിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു ഇനിഷ്യലി. അത് വാറണ്ടി സമയത്ത് ഉണ്ടായിരുന്നു. അത് വാറണ്ടി സമയത്ത് തന്നെ അവർ ഫ്രീ ആയിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. അത് AC കുറെ ദൂരം ലോങ് ഒക്കെ ഓടുന്ന സമയത്ത് ഒരു 100-300 കിലോമീറ്റർ ഒക്കെ ഓടിച്ച് കഴിയുമ്പോൾ AC തനിയെ അങ്ങ് സ്റ്റോപ്പ് ആയി പോകുമായിരുന്നു. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതായത് AC-ന്റെ ബ്ലോവർ വർക്ക് ചെയ്യും, പക്ഷെ AC-ന് തണുപ്പ് വരാറില്ലായിരുന്നു. അപ്പം ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഇനിഷ്യലി. പക്ഷെ അത് വാറണ്ടി ടൈമിൽ തന്നെ അത് അവർ റീപ്ലേസ് ചെയ്ത് തന്നിട്ടുണ്ട്. എന്തായിരുന്നു ഇഷ്യൂ? അത് ഇന്ത്യയിലെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരുന്നു. അത് അവർ AC ഇത് റീപ്ലേസ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഡ്രൈവിങ്ങിലേക്ക് വരുമ്പോൾ ഏകദേശം 48,273 കിലോമീറ്റേഴ്സ് ആയി ടു ബി എക്സാക്ട്. അപ്പോൾ എന്തെങ്കിലും സസ്പെൻഷൻ സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലേസ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പയർ ഒക്കെ വേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, ഇഷ്യൂ ആയിട്ട് ഇതുവരെ ഇതിൽ അങ്ങനെ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും അധികം ചെയ്തിട്ടില്ല. പിന്നെ ഓടിക്കുന്നതിലും വലിയ കംഫർട്ട് പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. പിന്നെ നല്ല ഓഫ് റോഡ് കൂടെ പോകുമ്പോൾ ഒരു എന്താ പറയാ, ഇത് ഓഫ് റോഡ് വണ്ടി അല്ലാത്തതിന്റെ ഒരു കുലുക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതല്ലാതെ വേറെ അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. ഓക്കെ, ഞാൻ ആക്ച്വലി ബോണറ്റ് നോക്കിയപ്പോൾ നമ്മളുടെ എൻജിൻ്റെ പുറംഭാഗത്ത്
കുറച്ച് ഓയിലും കാര്യങ്ങളൊക്കെ കണ്ടു. അത് മുമ്പ് ഒരു ഓയിലിന്റെ ക്യാപ്പിന് ചെറിയൊരു ലീക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യം അവർ റീപ്ലേസ് ചെയ്തതാണ് കഴിഞ്ഞ സർവീസിൽ. അത് ക്യാപ്പിന്റെ ലീക്കാണ്, അടയ്ക്കുന്ന ക്യാപ്പിന് ചെറിയൊരു വാഷർ കംപ്ലൈന്റ് ചെറിയൊരു ലീക്ക് ഉണ്ടായിരുന്നു. അപ്പൊ വണ്ടി ഓടുമ്പോൾ മുകളിലേക്ക് എക്സസ് വരുന്ന ഓയിൽ ആ ക്യാപ്പിലൂടെ കുറച്ച് പുറത്തേക്ക് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ അങ്ങനെ ഓയിൽ ലീക്ക് ഇഷ്യൂസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ആക്ച്വലി കുറച്ച് എന്താ അത്ര സ്മൂത്ത് ആ ഷെയറിംഗ് അല്ല, പക്ഷെ നമുക്ക് കോർണറൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല കോൺഫിഡൻസ് തരുന്നുണ്ട്, വണ്ടി കയ്യിൽ നിൽക്കുന്നുള്ള രീതിയിൽ. അങ്ങനെ തന്നെയാണോ? അതെ അതെ, കുറച്ചുകൂടെ ഹുണ്ടായിന്റെ ഒക്കെ വണ്ടി വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഹാർഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. ഞാൻ ഹുണ്ടായിന്റെ i20 ഒക്കെ മുമ്പ് യൂസ് ചെയ്തതാണ്. അപ്പം ഹുണ്ടായിന്റെ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ഹാർഡ് സ്റ്റിയറിംഗ് ആണ്. പക്ഷെ കുറച്ച് സ്പീഡിലൊക്കെ പോകുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് ആണ്. മറ്റേത് പെട്ടെന്ന് നമ്മളെ കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. കമ്പാരിറ്റീവ്ലി ഹുണ്ടായി വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഹാർഡ് സ്റ്റിയറിംഗ് ആണ് ഇതിന്റെ. പിന്നെ നമ്മൾ നോക്കുമ്പം ലൈക്ക് ഇപ്പം അന്ന് ഇറങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു മാരുതിയുടെ 1.3 മൾട്ടിജെറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും ഒരു എന്താ പറയുക 5 ഗിയർ മാത്രമേ ഉള്ളായിരുന്നു, 6 സ്പീഡിലായിരുന്നു. ഇതിലേക്ക് വരുമ്പോൾ ആക്ച്വലി 1.5 ലിറ്ററിൽ 6 സ്പീഡ് വരുന്നുണ്ട്. നല്ലൊരു ചോയ്സ് ആയിരുന്നു അല്ലേ? അതെ, അന്ന് 2 വണ്ടികൾക്കാണ് മെയിൻ ആയിട്ട് 6 സ്പീഡ് ഉണ്ടായിരുന്നത്. ഹാച്ച് ബാക്ക് സൈസിലേക്ക് വരുവാണെങ്കിൽ ഹ്യുണ്ടായി i20 ഡീസലാണ് ഉണ്ടായിരുന്നത്. അത് പിന്നെ ഞാൻ മുമ്പേ ഓടിച്ചിട്ടുള്ളത് കൊണ്ടും നമ്മുടെ റോഡിന്റെ കണ്ടീഷനും കാരണമാണ് ഞാൻ ആ ചോയ്സ് ഒഴിവാക്കിയത്. കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കൂടിയ വണ്ടി എന്നുള്ള അർത്ഥത്തിലേക്കാണ് ഈ ഒരു സബ് 4 മീറ്റർ SUV എന്നുള്ള കാറ്റഗറിയിലേക്ക് വന്ന്. അതിൽ വെന്യൂലുണ്ടായിരുന്നു സെയിം ഓപ്ഷൻ. പക്ഷേ വെന്യൂ ഞാൻ ഈ പറഞ്ഞ പോലെ നോക്കിയ സമയത്ത് ഒരുപാട് ഡിലേ ഉണ്ടായിരുന്നു. പിന്നെ ഓടിച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു. അതുകൊണ്ടാണ് നെക്സൺ എന്നുള്ള ഓപ്ഷനിലേക്ക് വന്നത്. ആ സമയത്ത് 6 ഗിയർ ബോക്സുള്ള ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 1-2 വണ്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതിലാകെ മിസ്സിംഗ് ആയിട്ടുള്ളത് ഫീച്ചേഴ്സ് ഇപ്പോൾ ക്രൂയിസ് കൺട്രോൾ. ലൈക്ക് ആ സമയത്ത് അത് ടാറ്റ ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ Type 3, Type 2 നെക്സണൊക്കെ ഓടിച്ചു നോക്കാൻ അവസരം കിട്ടിയിരുന്നോ? ഉണ്ട്, ഞാൻ പുതിയ 2 മോഡൽ നെക്സൺ ഓടിച്ചിരുന്നു. ഇതിലില്ലാത്ത കുറെ ഫീച്ചേഴ്സ് പുതിയ നെക്സണിലുണ്ട്. ഇതിൽ കുറെ ഫീച്ചേഴ്സ് മിസ്സിംഗ് ആണ്. ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് ഇല്ല, ഓട്ടോമാറ്റിക് വൈപ്പേഴ്സ് ഇല്ല. അതെല്ലാം പുതിയ നെക്സണിൽ വന്നിട്ടുണ്ട്. പക്ഷെ അവർ ഇത് ഫസ്റ്റ് മോഡൽ നെക്സണിൽ അവർ കുറെ ഓപ്ഷൻസ് കുറച്ചിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതൊന്നും ഒരു അന്നത്തെ ഒരു പ്രൈസ് റേഞ്ചിൽ അത് വലിയ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോഴത്തെ പുതിയ നെക്സൺ കമ്പയർ ചെയ്യുന്ന സമയത്ത് പ്രൈസിൽ നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ സെയിം മോഡൽ നെക്സൺ ഇപ്പൊ ഡീസൽ സെയിം മോഡൽ ഫുൾ ഓപ്ഷൻ നെക്സൺ ഇപ്പൊ ഓൾമോസ്റ്റ് 18 lakhs വില വരുന്നുണ്ട്. അപ്പം അന്നത്തെ ഒരു പ്രൈസ് റേഞ്ചിൽ അന്നത്തെ ഫീച്ചർ ലിസ്റ്റിലും ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മോഡലായിരുന്നു. അതുകൊണ്ടാണ് അന്ന് ഇത് ചൂസ് ചെയ്തത്. അപ്പൊ 2009 ഇത് എടുക്കുമ്പോൾ ഏകദേശം എത്രയാണെന്നുള്ളത് എക്സാക്ട് ഓർമ്മ ഉണ്ടാവില്ല, എന്നാലും ഒരു എമൗണ്ട് പറയാൻ പറ്റുമോ? 11.5 ആയിരുന്നു നമ്മൾ എടുത്ത സമയത്ത്. 11.5 lakhs ആയിരുന്നു നമ്മൾ ഈ വണ്ടി ഓൺ റോഡ് പ്രൈസ് നമുക്ക് ഉണ്ടായിരുന്ന റേറ്റ്. ആക്ച്വലി ആ സമയത്ത് ആ ഒരു പ്രൈസിൽ വണ്ടി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വണ്ടി റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് ടാറ്റ നെക്സോൺ 1.5 ഡീസലിന്റെ ഫുൾ ഓപ്ഷൻ ഏകദേശം 19.5 lakhs വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ കുറച്ച് ഓവർ റേറ്റുള്ള പ്രൈസിന്റെ കാര്യമായിരുന്നു. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ ഓൾറെഡി 19.5 lakhs ആയിരുന്നു ഒരു ഫുൾ ഓപ്ഷൻ നെക്സോണിൽ വരുന്നത്. അപ്പോൾ ആ റേറ്റിന് വെച്ച് നോക്കുമ്പോൾ അതായത് പറയാത്ത ഫീച്ചേഴ്സ് കൂടിയിട്ടുണ്ട്, പക്ഷെ എന്നിരുന്നാലും കുറച്ച് ഓവർ റേറ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് ന്യൂ നെക്സോണിന്റെ പ്രൈസിംഗ് ഒക്കെ. അതെ, ഞാൻ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ നെക്സൺ ഫുൾ ഓപ്ഷന്റെ പ്രൈസിന് സെൽറ്റോസിന്റെ ഫുൾ ഓപ്ഷൻ കിട്ടുമായിരുന്നു. പിന്നെ മാർക്കറ്റ് മാറി, ഈ കോവിഡിന് ശേഷം ഫുൾ വാഹന മാർക്കറ്റ് മാറി, എല്ലാ വണ്ടികൾക്കും പൊതുവെ വില കൂടി. അതിന്റെ ഭാഗമായിട്ടാണ് ഇതിനും കൂടിയിട്ടുള്ളത്. പക്ഷെ ഫീച്ചർ വൈസ് ഒരുപാട് ഫീച്ചറിൽ വ്യത്യാസം വന്നു. ക്രൂയിസ് കൺട്രോൾ വന്നിട്ടുണ്ട്, വെന്റിലേറ്റഡ് സീറ്റ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ സൺറൂഫ് വന്നിട്ടുണ്ട്. ഇതൊന്നും അന്ന് ഫുൾ ഓപ്ഷനിൽ ഇല്ലാതിരുന്ന ഓപ്ഷനിലാണ്. അതേപോലെ തന്നെ DCA ഗിയർ ബോക്സ് വന്നു. അന്ന് ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി AMT ഓപ്ഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നെക്സണിൽ. അതെ, പൊതുവെ നല്ലൊരു ഈവൻ അതിനുശേഷം വന്ന മോഡലിൽ പോലും നെക്സന്റെ AMTക്ക് പൊതുവെ ഒരു നല്ല റേറ്റിംഗ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അന്ന് മെയിൻ ആയിട്ട് നമ്മൾ മാനുവലിലേക്ക് വന്നത്. പിന്നെ എനിക്ക് മാനുവലാണ് കുറച്ചുകൂടി ഇഷ്ടം, അതുകൊണ്ടാണ് മാനുവലിലേക്ക് വന്നത്. പക്ഷേ ഇപ്പോഴത്തെ DCA ഗിയർ ബോക്സുള്ള നെക്സൺ ഞാൻ ഓടിച്ചിരുന്നു. അത് നല്ല പെർഫോമൻസ് ആണ്, നല്ല സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട് കമ്പയർ ടു AMT. എനിക്കിപ്പോൾ ഓടിക്കുമ്പോൾ തോന്നുന്നൊരു കാര്യം, നല്ല അതായത് സീറ്റിംഗ് കംഫർട്ട് നല്ല നമുക്ക് നല്ലൊരു എന്താ പറയുക ഒരു സപ്പോർട്ട് തരുന്ന ഒരു സീറ്റാണ്. അപ്പോൾ
അപ്പോൾ അത് ഈ യാത്രയിലൊക്കെ പോകുമ്പം ലൈക്ക് കംഫർട്ടും കാര്യങ്ങളൊക്കെ ലോങ് ഡ്രൈവ് പോകുമ്പോൾ എന്താ അതിൻ്റെ ഒരു അതെ, കംഫർട്ടുകളും പെർഫോമൻസ് വൈസും വണ്ടിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. നല്ല കംഫർട്ടാണ്. പെർഫോമൻസ് വൈസ് ആണെങ്കിലും ഇതിന് സ്പോർട്സ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഇതിന് 3 ഡ്രൈവിംഗ് മോഡ്സ് ഉണ്ട്: എക്കോണമി, സിറ്റി, സ്പോർട്സ്. കൂടുതലും സിറ്റിയിലാണ് ഓടിക്കാൻ, എങ്കിൽ പോലും നമുക്ക് പെർഫോമൻസ് ആയിട്ട് ഓടിക്കാൻ തോന്നുന്ന സമയത്ത് സ്പോർട്സിലിട്ട് ഓടിക്കാവുന്നതാണ്. ഞാനൊരു വ്യത്യാസം ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ നമ്മൾ എക്കോണമി മോഡലിട്ട് ഓടിച്ചാലും സിറ്റി മോഡലിട്ട് ഓടിച്ചു കഴിഞ്ഞാലും സിറ്റി മോഡൽ മൈലേജ് കൂടുതൽ കിട്ടുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. അതെ അതെ, അത് നമ്മൾ ഡ്രൈവിംഗ് സ്റ്റൈൽ കൊണ്ടുകൂടി ആയിരിക്കാം. അവർ പറയുന്നത് എക്കോണമിക്കാണ് കൂടുതൽ മൈലേജ് കിട്ടുന്നത് പറഞ്ഞാൽ പോലും കൂടുതലും സിറ്റിക്കാണ് എനിക്ക് വണ്ടി ഓടിച്ചതിൽ കൂടുതൽ മൈലേജ് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുള്ളത് സിറ്റിക്ക് തന്നെയാണ്. അപ്പൊ ഈ സ്പോർട്സ് മോഡൽ ഇടുമ്പോൾ മൈലേജിന് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവുമോ? വലിയ വ്യത്യാസമൊന്നുമില്ല. ഒബിയസ്ലി കുറച്ച് കുറയും, കാരണം വണ്ടിന്റെ പവർ ഔട്ട്പുട്ട് മാറുന്നതുകൊണ്ട് തന്നെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. പിന്നെ അങ്ങനെ കൂടുതൽ സ്പോർട്ടിലിട്ട് ഞാൻ ഓടിക്കാറില്ല. കൂടുതലും സിറ്റിയാണ് ഇതിന്റെ ഡിഫോൾട്ട് മോഡ്. വണ്ടി ഓൺ ആക്കുമ്പോൾ സിറ്റിയിലാണ് ഉണ്ടാവുക. നോർമൽ യൂസിന് ഡിഫോൾട്ട് മോഡ് ഈ വണ്ടിയുടെ സിറ്റിയാണ്. സോ സിറ്റി തന്നെയാണ് എപ്പോഴും ഓടാറ്. കൂടുതൽ സമയം സിറ്റി തന്നെയാണ് ഓടാറ്. സോ ഇപ്പം നമ്മളിപ്പം ഫസ്റ്റ് ഇയർ സർവീസ് ഫ്രീ ആയിരിക്കും. ഐ മീൻ നമ്മൾ ലേബർ ചാർജ് കൊടുക്കണ്ട. അത് കഴിഞ്ഞിട്ട് ഒരു 3 years ആവറേജ് കോസ്റ്റ് എത്രയാണ് വരാറുള്ളത്? ആവറേജ് ഇത് 15,000 കിലോമീറ്റർ കൂടുമ്പോഴേ സർവീസ് ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ ഇയർലി വൺസ്. ഇതിലേതെങ്കിലും ഒന്നാണ് നമ്മൾ ചെയ്യാറ്. ആവറേജ് ഒരു 5,000 10,000 ഇടയ്ക്കാണ് എപ്പോഴും വന്ന് കണ്ടിട്ടുള്ളത്. അതിൽ കൂടുതലൊന്നും ഇതുവരെ വന്നിട്ടില്ല. ആ ഒരു സർവീസ് കോസ്റ്റ് തന്നെയാണ് കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ പേ ചെയ്യുന്നത്. എക്സാക്ട്ലി എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് പറഞ്ഞു തരാൻ പറ്റുമോ എത്രയാണ് സർവീസ് ചാർജ് വരുന്നത്? അങ്ങനെ ഞാനൊരു ലോഗൊന്നും കീപ്പ് ചെയ്തിട്ടില്ല. ടാറ്റയുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, ടാറ്റ എന്തോ കറക്റ്റ് എനിക്ക് പേര് ഓർമ്മ കിട്ടുന്നില്ല. ഞാനത് യൂസ് ചെയ്യുന്നില്ല നിലവിൽ. നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇൻഫർമേഷൻസ് കാണാൻ പറ്റുമോ? അങ്ങനെ ഷെയർ ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മൊബൈൽ ലോഗിൻ ചെയ്ത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ ലൈക്ക് 4 years എത്ര കോസ്റ്റ് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വ്യൂവേഴ്സിനോടൊന്ന് പറയാൻ പറ്റുമോ? അതിൽ പിന്നെ ഒരു ബഗ്ഗായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ ആപ്ലിക്കേഷനാണ്. ഇതിന് അത്യാവശ്യം ബഗ്ഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ അതിനുള്ള അപ്ഡേറ്റ്സും കമ്പാരിറ്റീവ്ലി കുറവാണ്. ഫ്രീക്വന്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ പുതിയ വേർഷൻസിൽ കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള സിസ്റ്റം ആണെന്നാണ് യൂസ് ചെയ്യുന്നവർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇത് കുറച്ച് നമുക്കിപ്പോൾ കാണുമ്പോൾ വണ്ടി ഇറങ്ങിയ സമയത്ത് ഇത് അത്യാവശ്യം ഒരു ഫീച്ചർ ലോഡഡ് ആയിരുന്നു. കാരണം ടച്ച് സ്ക്രീൻ ഉണ്ട്. 7-inch ടച്ച് സ്ക്രീൻ ആണെന്ന് തോന്നുന്നു. 7 8 പക്ഷെ ഇപ്പം എന്താ നമ്മുടെ ഇൻഡസ്ട്രി ഒരുപാട് ഫീച്ചേഴ്സ്, ആരാണ് കൂടുതൽ ഫീച്ചേഴ്സ് കൊടുക്കുന്നതിൽ തർക്കമുണ്ട് ഇപ്പം. അതായത് ഒരു കമ്പനി ഒരു ഫീച്ചർ ഇറക്കി കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് അത് ഓവർടേക്ക് ചെയ്ത് വേറൊരു ഫീച്ചർ കൊണ്ടുവരാനാണ് നോക്കുന്നത്. മെയിൻലി അതിൽ മുന്നിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഹിൻഡായും കിയൊക്കെയാണ്. പക്ഷെ അവരോട് നല്ല രീതിയിലൊരു കോമ്പറ്റീഷൻ ഇപ്പോൾ ടാറ്റ കീപ്പ് ചെയ്യുന്നുണ്ട്. പുതിയ നെക്സണിലെ ഫീച്ചേഴ്സ് ഫുൾ ഓപ്ഷൻ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഈ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് പുതിയതിൽ. അവർക്ക് ഫോൺ കണക്ടിവിറ്റി വരെ അതിൽ അവൈലബിൾ ആണ്. ഇതിൽ ആണെങ്കിൽ വയേർഡ് ആപ്പിൾ കാർപ്ലേയോ അല്ലെങ്കിൽ വയേർഡ് ആൻഡ്രോയിഡ് ഓട്ടോ സർവീസ് മാത്രമേ ഉള്ളൂ. വയർലെസ് ഒന്നുമില്ല. പുതിയതിൽ ആ ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. ഇതുവരെ സ്റ്റിക്കർ ഒന്നും പറിച്ചിട്ടില്ലല്ലേ? എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങൾ ഒന്നുമില്ല. അങ്ങനെ കീപ്പ് ചെയ്ത് പുതുതായിട്ട് സ്പീഡ്, ടോപ്പ് സ്പീഡ് എത്രയാണ്? ഒരു 140 വരെയൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. മൈസൂർ അങ്ങോട്ടേക്കുള്ള ഹൈവേയില് സ്റ്റേബിൾ ആണ്. ആ ഒരു സ്പീഡ് വരെയൊക്കെ കമ്പാരിറ്റീവ്ലി സ്റ്റേബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതിന് മുകളിലേക്ക് അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. അത് ട്രൈ ചെയ്തിട്ടില്ല. വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അതായത് എന്തെങ്കിലും പറയാനുണ്ടോ? അതായത് ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ള ഹാപ്പിയാണ്. ഈ വണ്ടിയുള്ള ഇതുവരെയുള്ള യൂസർ എക്സ്പീരിയൻസ് വെച്ചിട്ട് വണ്ടി ഭയങ്കര ഹാപ്പിയാണ്. അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. 2017 ടാറ്റ നെക്സോൺ ലോഞ്ച് ചെയ്യുമ്പം അത്ര നല്ലൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല ടാറ്റയ്ക്ക് ഇവിടെ, അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ. പക്ഷെ അതിനുശേഷം ഇപ്പം 2024 എത്തുമ്പം മാരുതി കഴിഞ്ഞാൽ ഹ്യുണ്ടായിനെ വെട്ടിച്ച് സെക്കൻഡ് പൊസിഷനിലേക്ക് കയറിയിരിക്കുന്നു ടാറ്റ. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് ടാറ്റ നെക്സോൺ. അപ്പം എന്തുകൊണ്ട് ലൈക്ക് ഇന്ത്യക്കാർക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ പറയുകയാണെങ്കിൽ സേഫ്റ്റി.
വണ്ടി എന്ന് ഇറക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 4 സ്റ്റാർ റേറ്റർ വണ്ടിയായിരുന്നു നമ്മുടെ ടാറ്റ നെക്സോൺ. പിന്നെ സെഗ്മെന്റ് നോക്കുമ്പോൾ ആ സെഗ്മെന്റിൽ ആ ഒരു റേറ്റിൽ ഐ മീൻ ബിലോ 12 lakhsന് 1.5 ഡീസലാണെങ്കിലും 1.2 ടെർബോ ആണെങ്കിലും മാനുവൽ ആണെങ്കിലും ഓട്ടോമാറ്റിക് ആണെങ്കിലും ഒരുവിധം എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആയിരുന്നു ടാറ്റ നെക്സോണിൽ. സോ യൂസേഴ്സ് ഹാവ് ദ ചോയ്സ്. വണ്ടി ആക്ച്വലി ഇതൊരു സബ് 4 മീറ്റർ വണ്ടിയാണ്. സബ് 4 മീറ്റർ വണ്ടി ആയതുകൊണ്ട് തന്നെ ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ സബ് 4 മീറ്റർ ആണെങ്കിലും ഈ വണ്ടിക്ക് നല്ല രീതിയിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് 208 or 9 ആണ് കറക്റ്റ് പറയുകയാണെങ്കിൽ. അപ്പം വാട്ടർ വെയ്റ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് ആൻഡ് നല്ല റോഡ് പ്രസൻസ് ഉണ്ട്, നല്ല വ്യൂ ഉണ്ട്. അപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് തന്നെ ആൾക്കാർക്ക് ഈ വണ്ടി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഇനീഷ്യലി കുറച്ച് സർവീസും കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുണ്ടെങ്കിലും നമ്മൾ 7 കൊല്ലം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് ടാറ്റ. എന്ന് വെച്ചാൽ പെർഫെക്റ്റ് അല്ല, നമ്മൾ ബാക്കിയുള്ള അതായത് ഹ്യുണ്ടായിയുടെയോ അല്ലെങ്കിൽ മാരുതിയുടെയോ ടൊയോട്ടയുടെയോ സർവീസ് വെച്ച് നോക്കുമ്പോൾ ബെറ്റർ അല്ല, പക്ഷെ മെച്ചപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ചില സ്ഥലങ്ങളിൽ മെച്ചപ്പെടാനുണ്ട്, ചില സ്ഥലത്ത് നല്ല ബെസ്റ്റ് സർവീസാണ് ടാറ്റ കൊടുക്കുന്നത്. ഡിപ്പെൻഡ്സ് ഓൺ ദ ഡീലർഷിപ്പ്. സോ അത് മറ്റൊരു കാര്യം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.